ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഒരു പാക്കറ്റ് ബ്രെഡും കൊണ്ടാട്ടോ വന്നിട്ടുള്ളത്. അപ്പൊ ബ്രെഡ് വെച്ചിട്ട് നമുക്ക് ഒരു ഐറ്റം ചെയ്ത് നോക്കാം. അപ്പൊ കിങ്ങിണി സ്കൂളിട്ട് വരുമ്പോഴേക്കും അവർക്ക് എന്തെങ്കിലും ഉണ്ടാക്കി വെക്കാന്ന് കരുതിയിട്ടോ. അപ്പൊ ഇവിടെ ബ്രെഡ് ഇരിപ്പുണ്ടായിരുന്നു, 2 കോഴിമുട്ട ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ബ്രെഡ് പൊരിക്കാലും. പണ്ടൊക്കെ സ്കൂളിട്ട് വരുമ്പോഴേക്കും എൻ്റെ അമ്മയൊക്കെ ഉണ്ടാക്കി വെക്കായിരുന്നു. അല്ലാത്ത സമയത്തൊക്കെ നമുക്ക് കഴിക്കണം എന്ന് തോന്നിയിട്ടൊക്കെ അമ്മ ഉണ്ടാക്കി തരുന്ന ഒരു ഐറ്റം ആയിരുന്നു കേട്ടോ. എനിക്കും അനിയനും അച്ഛനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളതായിരുന്നു. ഇപ്പൊ ഒന്നും അത് ഉണ്ടാക്കി കഴിക്കാറേ ഇല്ല. അപ്പൊ ഇത് കണ്ടപ്പോൾ ഒരു പൂതിമൊക്കെ ഉണ്ടാക്കാൻ കഴിക്കാം. പിന്നെ കിങ്ങിണിക്ക് ഇതുവരെ കൊടുത്തിട്ടില്ല. കിങ്ങിണിയുടെ മൈൻഡിൽ ഷവർമ, ബർഗർ, ബ്രോസ്റ്റ് അങ്ങനത്തെ ഐറ്റംസ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതൊന്നും അവൾ കേട്ടിട്ടുമില്ല, കണ്ടിട്ടുമില്ല, കഴിച്ചിട്ടുമില്ല. അപ്പൊ എന്തായാലും ഇന്ന് അത് ഉണ്ടാക്കി വെക്കാന്ന് കരുതി. അപ്പൊ നമ്മൾ ബ്രെഡ് ഇങ്ങനെ മുട്ടയിലൊക്കെ പഞ്ചസാരയും ചേർത്ത് അടിച്ചിട്ട് മുക്കി പൊരിച്ചിട്ട് എണ്ണയിലട്ട പൊരിച്ചെടുക്കണത്. ചില ആൾക്കാർ ഇങ്ങനെ ബ്രെഡ് ബട്ടറിലും നെയ്യിലൊക്കെ പൊരിച്ചെടുക്കാറുണ്ട്. ഞാൻ എന്തായാലും വെളിച്ചെണ്ണയിലാട്ട പൊരിച്ചെടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ബ്രെഡ് പൊരിച്ചത് റെഡി. നമുക്ക് ഇങ്ങനെ കഴിക്കുമോ എന്നൊന്നും അറിയില്ല. എന്തായാലും ഞാൻ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചതിന് ശേഷം അവളെ വിളിക്കാൻ വേണ്ടി പോവുമായിരുന്നു കേട്ടോ. എന്താ ഭാഗ്യത്തിന് വലിയ മഴയൊന്നും ഉണ്ടായിരുന്നില്ല. മഴയൊന്നും കൊള്ളാണ്ട് പോയിട്ട് അവൾ വിളിച്ചിട്ട് വരാൻ പറ്റി. അപ്പൊ പിന്നെയാണ് മേഘ വിരുന്ന് വന്നത് അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ പിന്നെ അവളെ അടുത്ത് കയറി കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞിട്ടാട്ടോ പോകുന്നത്. കിങ്ങിണിക്ക് മേഘനെ ഭയങ്കര ഇഷ്ടാട്ടോ. അപ്പൊ അമ്മയുടെ കൂട്ടുകാരി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ അവളുടെ ബുക്കിൽ ഒരു കഥയുണ്ട്. അപ്പൊ അത് പറഞ്ഞു കൊടുക്കുകയാണ് മേഘ. അത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നോടും കുറച്ച് തല്ലുണ്ടാക്കിയിരുന്നു. പിന്നെ അവസാനം അവള് പറഞ്ഞു കൊടുത്തു കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോന്നു. ഓരോ ഗ്ലാസ് കട്ടൻ ചായയൊക്കെ വെച്ച് ബ്രെഡ് പൊരിച്ചതാണെന്ന് പറഞ്ഞിട്ട് കിങ്ങിനിക്ക് കൊടുത്തു. സംഭവം കുട്ടി എന്നെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതിയിട്ട് സൂപ്പറാണ് അമ്മ, അടിപൊളിയാണ് അമ്മ എന്നൊക്കെ പറഞ്ഞ് ആ ബ്രെഡും അവിടെ വെച്ചിട്ട് ഒറ്റ പോക്കാണ് പോയി. തിരിഞ്ഞു നോക്കുപോലും ചെയ്തില്ല. പിന്നെ നമുക്കത് അങ്ങനെ കളയാനൊന്നും പറ്റില്ലല്ലോ. ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതല്ലേ, അങ്ങനെ കളയാണെങ്കിൽ നമ്മൾ 2 മുട്ടയും ബ്രെഡൊക്കെ വേസ്റ്റ് ആവില്ലേ. ഞാൻ എന്തായാലും ആ കട്ടൻ ചായയും കൂട്ടിയിട്ട് 4 ബ്രെഡ് പൊരിച്ചത് അവിടെ ഇരുന്ന് ഒറ്റരിപ്പിൽ തിന്ന് തീർത്തു. അപ്പൊ അത്രയല്ലോ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുതേ.